എന്താ ചേച്ചി? എന്തേ നേരത്ത്? എന്താ ചേച്ചി? എന്താ പ്രശ്നം? ചേച്ചി എന്താ കാണിക്കുന്നത്? ചേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ എടുക്കാൻ സമ്മതിക്കില്ല. ആർക്ക് വേണം? ഒരു അബദ്ധം പറ്റിയ നേരത്ത് ഞാൻ നിനക്ക് കുഞ്ഞിനെ തന്നു എന്നുള്ളത് നേര് തന്നെയാ. ആ അബദ്ധം ഞാനങ്ങ് തിരുത്തുവാ. ചേച്ചി എന്തോ ഇത്? പോരടി ഇങ്ങോട്ട്. അയ്യോ അയ്യോ ചേച്ചി കുഞ്ഞ് ചേച്ചി 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 ആദി ഒന്ന് പറയാതെ. പിന്നെ നിയമപരമായി ദത്ത് തരുന്നതല്ലേ അബദ്ധം. മര്യാദ കിട്ടി കുഞ്ഞിനെ ഇങ്ങോട്ടോ. തരാം ഇല്ല എങ്കിലാ സത്യം ഞാൻ തുറന്നു പറയാൻ പോവാ. ഇതെന്റെ കുഞ്ഞ. ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ്. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഇതേ എന്റെ കുഞ്ഞ, ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞ്. ഇതാ എന്റെ കുഞ്ഞിനെ താ. തരില്ല. ആദി പറ. നിർത്തേ. എന്താ നിങ്ങളെ കാണിക്കുന്നേ? കണ്ടില്ലേ, ഞാൻ എന്റെ കുഞ്ഞിനെ എടുത്തതാ. പക്ഷെ ഇവര് സമ്മതിക്കുന്നില്ല. സമ്മതിക്കുന്നില്ലെന്നോ? അതെങ്ങനെ സമ്മതിക്കും? നിയമപരമായിട്ട് നീ ഇവർക്ക് ദത്ത് കൊടുത്ത കുട്ടിയല്ലേ ഇത്? ഞാൻ ദത്ത് കൊടുത്തിട്ടുണ്ടെങ്കിലേ അത് തിരിച്ചു വാങ്ങാനും എനിക്കറിയാം. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ആരെന്നെ തല്ലിയാലും കൊന്നാലും ഞാൻ പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല. ഇല്ല തരില്ല ഞാൻ. ഇതാ എന്റെ കുഞ്ഞ്. കുഞ്ഞിനെ താ. മോളെ അയ്യോ ആദി ഒന്ന് പറ. വെറുതെ ഇരിക്കാൻ. നീ എന്താ കാണിക്കുന്നേ? ഞങ്ങളെല്ലാം നിന്നോട് 1000 തവണ പറഞ്ഞല്ലേ കുഞ്ഞിനെ ദത്ത് കൊടുക്കാൻ പാടില്ലെന്ന്. കണ്ണീരും കൈ ആത്മഹത്യ ഭീഷണിയുമായിട്ട് നീയല്ലേ അതിനെ മുന്നിട്ടിറങ്ങിയത്. നീ പറഞ്ഞ മുഴുവൻ ഡിമാൻഡും അല്ലേ മറ്റുള്ളവർ അംഗീകരിച്ചത്. ഇത്രയെല്ലാം കാണിച്ചു വിട്ടിട്ട് നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ ആര് സമ്മതിച്ചു തരും? എനിക്ക് ആരുടെ സമ്മതം വേണ്ട. എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. ഇനി ഇതിന്റെ പേരിൽ ആരെങ്കിലും എന്നെ ശല്യം ചെയ്താ അറിയാലോ, രണ്ടും കൽപ്പിച്ച് ജീവിക്കുന്നവളാ ഞാൻ. മോളെ ഒന്നുകിൽ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. അയ്യോ. ആദി എന്റെ കുഞ്ഞ്. അയ്യോ വീട്. ആദി ഇതൊക്കെ ഇങ്ങനെ തീരുമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചതാ. എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആര് കേക്കാൻ. ഇപ്പൊ അനുഭവം വന്നപ്പോ മനസ്സിലായല്ലോ. നിന്നെ ഇന്ന് ഞാൻ കേറിപ്പിടിയാത്ത. അത് കൊള്ളാം, ഉള്ളത് പറയാനും പറ്റില്ല ഈ വീട്ടില്. നീ ഉള്ളതും ഇല്ലാത്തതും പറഞ്ഞ് ഈ വീട് എങ്ങനെയാക്കിയത്. എന്റെ കണ്ണുമെട്ടത്ത് നിന്നെ കണ്ടുപോകരുത്. കയറി പോകാത്ത. അത് കൊള്ളാം. അല്ലേലും നെടിയോന്റെ തലയിലാണല്ലോ പാട്ടി. എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലല്ലോ. ആർക്കും എന്തു ആവാല്ലോ. പോകാൻ ആവോ. മോള് കരയണ്ട. മുത്തശ്ശി എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. അതിനെനിക്ക് ഇത്തിരി സമയം തരണം. എന്ത് സമയം? മുത്തശ്ശി കണ്ടതല്ലേ എന്റെ കുഞ്ഞിനെ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നത്. കണ്ടതുകൊണ്ടും നിന്റെ ഭാഗത്ത് ന്യായം ഉള്ളത് കൊണ്ടല്ല ഞാൻ ഇങ്ങനെ പറയുന്നത്. പക്ഷെ മോളെ ക്ഷമ കാണിക്കേണ്ടത് നീയാണ്. അവള് വയ്യാത്ത കുട്ടിയല്ലേ. കരയണ്ട, സമാധാനം ഉണ്ടാക്കാം. അളിയാ സോറി. അവർക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. സാരമില്ല. മോള് വിഷമിക്കല്ലേ. മുത്തശ്ശി എന്തെങ്കിലും പരിഹാരം കാണും. മോള് പോയി കിടന്നുറങ്ങ്. ചെല്ലുമോനെ. ഇന്ന് മുതലേ മോൾ ഇവിടെ ഉറങ്ങിയാ മതി. അത് എന്റെ മോള്. മുത്തശ്ശി പറഞ്ഞ കേട്ടില്ലേ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും.
മുത്തശ്ശിയല്ലല്ലോ എന്റെ കുഞ്ഞിനെടുത്ത് അവർക്ക് കൊടുത്തത്, താനല്ലേ? അപ്പൊ താൻ വേണ്ട പരിഹാരം ഉണ്ടാക്കാൻ. ഉണ്ടാക്കാം, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. താനിങ്ങനെ ബഹളം കൂട്ടല്ലേ. എന്റെ കുഞ്ഞിനെ ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ഞാൻ ബഹളം ഉണ്ടാക്കും. മുത്തശ്ശി വരുന്ന ഡേറ്റ് മുഹൂർത്തം വരെ കാത്തിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല.